ഹലോ ഗൈസ്, വീണ്ടും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഓച്ചിറ കാളകെട്ട് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട വ്ളോഗിന്റെ സെക്കൻഡ് ഡേയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഇന്നലെ വഴിയിൽ കണ്ട കാളകൾ കംപ്ലീറ്റ് ഇന്ന് ഓച്ചിറ അമ്പലത്തിന്റെ ആ ഒരു പടനിലത്ത് നിരന്ന് കിടപ്പുണ്ട്. അത് വലിയൊരു രസമാണ്, എല്ലാം കൂടെ നിരന്ന് കിടക്കുന്ന കാണാൻ. അപ്പോൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഓച്ചിറയിലോട്ട് വരുന്നുണ്ട്. ഫുൾ ഫാമിലി ഒക്കെ ആയിരിക്കും ഇന്ന് വരുന്നത്. രാത്രിയാണ്, നല്ല തിരക്കുണ്ട്. ഇപ്പോഴും കംപ്ലീറ്റ് റോഡൊക്കെ നല്ല ബ്ലോക്കാണ്. ഇപ്പൊ നമ്മൾ കവാടത്തിന്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അകത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇത് ഇതുപോലെ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറിയിട്ട് ഓരോരോ സംഭവത്തിനെ നമുക്ക് കാണാം. ഭയങ്കര പരിപാടി നടക്കണം കേട്ടോ. നോക്കിയേ, കാളുകൾ നടക്കണ്ട. ഇതാണ് മക്കളെ നമ്മുടെ ഉത്സവം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാളയാണ് കാലഭൈരവൻ. ഈ ഉത്സവത്തിലെ ഏറ്റവും വലിയ കാള അതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കാളയാണ് അത്. റെക്കോർഡൊക്കെ നേടിയിട്ടുള്ള കാളയാണ്. മാത്രമല്ല, ഈ ഒരു കാള തന്നെയാണ് കഴിഞ്ഞ വട്ടം ഒടിഞ്ഞു വീണ കാള. ഇത് ഈ വട്ടവും ഇനി ചെറിയൊരു തകരാറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീലൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് ഇത് അമ്പലത്തോട്ട് കയറിയത്. അത് കാരണം ബാക്കിയുള്ള കാളകളും ബ്ലോക്കിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതിന്റെ ഫ്രണ്ടിൽ കുറച്ച് ഇതുപോലെ ഗാനമേളയല്ല, മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഭജന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഇത് കുറച്ച് ദിവസങ്ങൾ ഇനി ഇവിടെ കാണും. ഒരാഴ്ചയോളം ഈ ഒരു സാധനം ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ട് ഇത് ഒരു അഴിച്ചു മാറ്റിക്കൊണ്ട് പോകത്തുള്ളൂ. കാര്യം നല്ല പൈസ ചെലവാക്കി, എനിക്കൊന്ന് 1 കോടി അടുത്ത് പൈസ ചെലവാക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണിത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാളയാണ് ഓണാട്ട് കതിരവൻ. ഇതാണ് നമ്പർ 2 കാള. മറ്റേതിൻ്റെ താഴെ വരും ഇതിൻ്റെ ഹൈറ്റ്. ഇതിനെന്തോ 60-65 അടിയും കണ്ടാണ് ഹൈറ്റ് വരുന്നത്. മറ്റേത് 70 സംതിങ് ഉണ്ടോ. ഈ വട്ടം ഹൈറ്റ് കുറച്ചിട്ടുണ്ട് ഇവന്മാരുടെ എല്ലാത്തിൻ്റെയും കുറച്ചിട്ടുണ്ട്. കാര്യം ഈ ഹൈവേയുടെ പണിയൊക്കെ നടക്കുമല്ലേ, അതിൻ്റെ പേരിൽ ആളെ വലിച്ചുകൊണ്ട് വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല, കഴിഞ്ഞ വട്ടം ഒടിഞ്ഞു വീണ ഒരു സിനാരിയോ ഉണ്ടായതിൻ്റെ പേരിൽ കുറച്ച് കെയർ എടുത്തിട്ടാണ് ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാണുന്ന രണ്ടെണ്ണമാണ്, ഒന്ന് വയനകം കാളയും മറ്റേത് വജ്രതേജമുഖൻ. ആ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവന്റെ പേരാണ് വജ്രതേജമുഖൻ. ഇത് നമ്പർ 3 കാള. ഇതാണ് വയനകം കാള. ഇതായിരുന്നു ആദ്യകാലത്തെ ഏറ്റവും വലിയ കാള. ഇപ്പൊ ഈ കാണുന്ന സാധനമാണ് ഇതാണ് ഈ കാണുന്നതാണ് വജ്രതേജമുഖൻ. ഇവനും കഴിഞ്ഞ 2023 ഉത്സവത്തിന് ചെറിയായിട്ടൊരു പണി കിട്ടിയായിരുന്നു. അങ്ങനെ വലിയ കുപ്രസിദ്ധി നേടി ഭയങ്കരമായിട്ട് ഫേമസ് ആയ കാളയാണ് കേട്ടോ അത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാള ഇവന്റെ ആ ഒരു ഹെഡാണ്. ഭയങ്കര ഒരു ക്രോധം ലുക്കുള്ള കാളയാണ്. നമ്മുടെ 3-ാം നമ്പർ കാളയാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അതിനേക്കാളും വലിയ ഹെഡുള്ള കാളയാണ് ഈ പറയുന്ന ഈ കൊമ്പ് വളഞ്ഞിരിക്കുന്ന കാള. അവന്റെ പേരാണ് വജ്ര തേജോമുഖൻ. അതാണ് 4-ാം നമ്പർ കാള. ഇത് കണ്ടില്ലേ, മൊത്തം നരന്ന്. നമ്മൾ ഇന്നലെ വന്ന സമയത്ത് ഇവിടെ ഒന്നും ഇത്രയും കാള നിരന്നിട്ടുണ്ടായിരുന്നില്ല. കുറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കംപ്ലീറ്റ് നിരന്നിട്ടുണ്ട്. ബാക്കിലോട്ട് പോകുന്തോറും മീഡിയം, ഇടത്തരം, ചെറിയ കാളകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാളകളാണ് കേട്ടോ. ഇതൊക്കെ ബാക്കിൽ കിടക്കുന്ന കാളകളാണ്. നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിലാണ് എല്ലാം വലിയ കാള കിടക്കണത്. കണ്ടില്ലേ, ഇതാണ് ഓച്ചിറയിലെ ചിറ. ഈ ചിറക്ക് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ച് കാളുകൾ കിടപ്പുണ്ട്. അതിൻ്റെ ചുറ്റും കിടപ്പുണ്ട്. ഈ ചിറയിൽ വെച്ചിട്ടാണ് ഓച്ചിറ കളി, വളരെ ഫേമസ് ആണ് ഓച്ചിറ കളി നടക്കുന്നത്. അപ്പോൾ അന്നേരം ആ സൈഡിലോട്ടൊന്നും ഞാൻ എന്തായാലും പോകുന്നില്ല. നമ്മൾ ഇന്നലെ പോയി കറങ്ങി വന്നതാണ് ആ ഒരു റീജിയനൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഭാഗത്തുള്ള കാഴ്ച. എന്റെ ചെറുപ്പകാലത്തൊക്കെ അമ്പലത്തിൽ വരുന്ന മുളക് ബജി കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, ഇല്ലേടാ? ഇവിടെ മാത്രമേ മുളക് ബജി ഇട്ടത്തുള്ളായിരുന്നു. പിന്നിപ്പോ എല്ലായിടത്തും പോയി.
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ഉത്സവം ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി പോയൊരു ഉത്സവമാണ്. ഈ തൃശ്ശൂർ പൂരം പോലൊക്കെ തന്നെ അത്രയും ഫേമസ് ആകേണ്ടിയിരുന്ന ഒരു ഉത്സവമാണ്. എന്തുകൊണ്ടാണ് ഇത് നമ്മളിലോട്ട് മാത്രം ഒതുങ്ങി കൂടുതൽ എനിക്കറിയില്ല. സോ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അത്രയ്ക്കുണ്ട്, കാണാൻ അത്രയ്ക്കുണ്ട്, അത്രയും പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു ഉത്സവമാണ്. ടോട്ടൽ 52 കരക്കാരാണ് ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ വട്ടം എനിക്ക് തോന്നുന്നു ഒരു 172ഓളം കാളകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും കുറ്റികൾ മാത്രമേ ഞാൻ കണ്ടോളൂ. അത്രയും കുറ്റികളിനകത്ത് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് 172. അതുകൊണ്ടാണ് 172 എന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞത്. മേ ബി ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാൻ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കാള ഇട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ കാളകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്ന കാളകളുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ കരക്കാരുടെ കയ്യിലും സ്വന്തമായിട്ട് ഈ കാളയും അതിന്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ഒരു വർഷം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ വലിയൊരു പൈസ ചെലവാണ്. ഇതിപ്പോ നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു കാളയെ ഒരുക്കി കൊണ്ടുവരുന്നെങ്കിൽ പോലും ഇനി അടുത്ത ഉത്സവത്തിന് വേണ്ടി വരെ ഈ ഒരു സാധനത്തിന് കറക്റ്റ് പൂജയൊക്കെ ചെയ്ത് കൃത്യമായി ഇതിനെ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതിനൊക്കെ പൈസ ചെലവാകുന്ന കാര്യമാണ്. നമ്മുടെ ഉത്സവം ഉണ്ടാക്കിയ ബ്ലോക്കാണ് ഗായ്സ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടം വരെ ഉണ്ടോ നോക്കാം. വണ്ടി എടുക്കും. ഇതിന്റെ ബാക്കിലോട്ട് കുറെ ഉണ്ട് കേട്ടോ, അങ്ങുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കാം. ബാക്കി ഇത്രേ ഉള്ളൂ. അല്ല ബാക്കിലുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അടക്കുന്നുണ്ടോ? അങ്ങുണ്ടല്ലോ അവിടെ മോനെ. നോക്കിയേ, ഒന്ന് കിടക്കാണ്. കിടപ്പ് ഇത് കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഉത്സവം കഴിഞ്ഞ് എന്നിട്ടും ബ്ലോക്ക്. ഓഹോഹോ, എന്തൊരു പൊടിയാണ്. ഇതാണ് പറ്റാത്തത്. മാസ്ക് ഇല്ലാതെ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ കയറുന്നുണ്ടെങ്കിൽ മാസ്ക് വേണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഉത്സവം എല്ലാം കഴിഞ്ഞ് ഇതിന് ഈ ഉത്സവം ഒരു 3-4 ദിവസം തന്നെ കാണും. ഈ വലിയ ആളുകളൊക്കെ ഒരു 5 ദിവസമൊക്കെ അവിടെ ഇട്ടേക്കും. അതിനുശേഷം മാത്രമേ അവരെ അഴിച്ച് കളയത്തുള്ളൂ. ചെറിയ ആളുകളൊക്കെ 2 ദിവസം മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ അവരെ എടുത്തുകൊണ്ട് പോകും. കാര്യം ചില കരക്കാരുടെയൊക്കെ ഇത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന കാളകളുണ്ട്, വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്ന കാളകളുണ്ട് വേറെ കരക്കാരുടെ കയ്യിൽ നിന്ന്. ചിലതൊക്കെ അവരവരുടെ സ്വന്തം കാളകളാണ്. അതുകൊണ്ട് ചിലതൊക്കെ അവിടെ ഇട്ടേക്കും. ചെറിയ ആളുകളെ ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല ആളുകൾ വരുന്നത്, വലിയ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മോസ്റ്റ്ലി വരുന്നത്. അതുകൊണ്ട് ഈ വലിയ നമ്മളിപ്പോൾ കണ്ട നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ആ കാളകളെല്ലാം അവിടെ തന്നെ ഒരു കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. ഇത് ഭയങ്കര ടാസ്ക്കാണ്. ഇതിൻ്റെ തല കയറ്റുന്നതും തല ഇറക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് കച്ചിയൊക്കെ എടുത്ത് കളയുന്നതും അങ്ങനെ കുറേ പരിപാടിയുണ്ട്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഇതിനെപ്പറ്റി കുറേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോസൊക്കെ കിടപ്പുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ഇപ്പോൾ അതിനൊന്നും സമയമില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിലാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഏതാണ്ട് ഉത്സവം കഴിഞ്ഞു, പക്ഷേ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരാൻ നേരത്തും കംപ്ലീറ്റ് റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. ആളുകൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉത്സവത്തിനെ പോലെ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വരാത്ത ടീംസൊക്കെ മൊത്തം ഇന്നാണ് വരുന്നത്. ഈ ഫാമിലികൾ മൊത്തം ഇന്നാണ് വരുന്നത്. ഈ റോഡ് ടങ്ങേറ് കുഴിയാണല്ലോ മൊത്തം. ഇത് കണ്ട, നമ്മുടെ പുതിയ ഹൈവേ പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിന് എന്ന് തീരുമെന്തോ അതുവരെ ഈ പൊടി തിന്ന് ജീവിക്കേണ്ടി വരും നമ്മൾ. മാരക പൊടി. മാസ്ക് ഇല്ലാതെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഹൈവേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് കൊളാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ശരി, നമ്മുടെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ചറ്റ ബൈ ബൈ.